ഞാൻ ഇന്ന് കരുതി അലോവേര ജെൽ ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പൊ ഫേസ് പാക്ക് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ബാക്കി വന്ന ഈ അലോവേരയാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ കരുതി നമുക്കൊരു ബോട്ടിൽ 100 രൂപ ഉണ്ടാവും അലോവേരയ്ക്ക്. അപ്പൊ അത്രയും ജെല്ല് നമുക്ക് ഇത്രയും അലോവേര കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അധികം നീട്ടുന്നില്ല, ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൾപ്പ് മുഴുവൻ എടുത്ത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല കത്തിയൊന്നും എടുക്കണ്ട, കാരണം അതിൻ്റെ കറയാവും. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം മതി. പൾപ്പ് മുഴുവൻ എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ അരയ്ക്കണം കേട്ടോ. ഇച്ചിരി തൊലി ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് വേവിക്കുന്നതാണ്. പലർക്കും തൊലിയായ ചൊറിയൊക്കെ ചെയ്യും, മുഖത്ത് പറ്റാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മളിത് വേവിക്കും. അപ്പോൾ ഇതിൻ്റെ തൊലി വന്നാലും നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താ പറയുക, ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. നമ്മളിത് അരിച്ചെടുക്കുകയാണ് കേട്ടോ, നല്ലപോലെ അരിച്ചെടുക്കുക. ഇത് വേവിക്കാമെന്ന് പറയുന്നൊന്ന് വെറുതെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഇത്രയും പൾപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു തള വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. തിളപ്പിച്ചെടുത്ത പൾപ്പ് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സാന്തം ഗമ്മാണ്. അത് ഒരു അര സ്പൂൺ എന്ന് വെച്ചാൽ ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞി സ്പൂണിലുള്ള ഒരു അര സ്പൂണ് ചേർത്താൽ മതി കേട്ടോ. അത് നമ്മൾ ചേർക്കുക. എന്നിട്ട് കൈ എന്താ പറയുക, ഒരു ഒഴിവില്ലാത്ത രീതിയിൽ നമ്മളങ്ങടെ ഇളക്കുക. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ള ഈ സാന്തം ഗം പൊടി ആണല്ലോ. അപ്പോൾ ഇതിലിടുമ്പോൾ ചിലപ്പോൾ കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ കട്ടയൊക്കെ ഉടച്ചിട്ട് കൈ ഇടവിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 സെക്കൻഡ് മതി അത് ജെല്ലായിട്ട് മാറാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതൊന്ന് തണുത്തിട്ട് വേണം കേട്ടോ അത് ഇടാനായിട്ട്. പെട്ടെന്ന് ചൂടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് കുറച്ച് കൂടും, കാരണം നല്ലോണം കട്ട പിടിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇളക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഇടുമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 90, 110, 100 രൂപ എന്നിങ്ങനെയുള്ള നിരക്കിലിരിക്കും നമ്മുടെ ഈ റേറ്റ്. ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളതാ ക്വാണ്ടിറ്റി അത്യാവശ്യത്തിന് നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇതൊരു ഫ്രിഡ്ജിൽ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം അത് ഇരിക്കും കേട്ടോ. നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും മുഖത്തും, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ.